ഒറിജിനൽ ഗ്രാമത്തിലെ ജീവിതം കേട്ടോ. പണ്ട് കാലത്തൊക്കെ നമ്മൾ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞ കഥകൾ കേട്ടിട്ടേ ഉള്ളൂ. ആ കഥകൾ നിങ്ങൾ ജീവിതത്തിൽ കണ്ടോ? സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് പറയൂ. എവിടെ, നാടെവിടെയാ? കണ്ണൂരാണ്. ഇന്ന് എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട്. 2 പേരുണ്ട്, മലയാളീസാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജാണ്. നിങ്ങൾക്കിവിടെ ബോർഡ് കാണാൻ പറ്റും. ഇത് കണ്ടോ, ചിത്കുൾ വില്ലേജാണ്. ആൾട്ടിറ്റ്യൂഡ് 11,320 ഫീറ്റിലാണ് നിൽക്കുന്നത്. ഇന്ത്യയിൽ തന്നെ നല്ലതുപോലെ സ്നോ കവർ ചെയ്യുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ. ടിബറ്റ് ബോർഡർ പങ്കിടുന്ന ലൊക്കേഷനാണ്. അത് കൂടാതെ നമ്മളെ യാത്രയും വില്ലേജിലെ വീഡിയോസും നദികളും ക്യാമ്പ് ചെയ്യുന്ന കൂടിയുണ്ട്. അതിനുപരി 2 പേരെ പരിചയപ്പെടുത്തി തരാം. ഇത് ബ്രോൻ്റെ പേരെന്താ പറഞ്ഞത്? ഷാദ്. ക്യാമറമാനെ കൂടി കാണിച്ചു തരാം. ബ്രോ മൈക്കിൻ്റെ അടുത്ത് പോയിക്കോ. പറഞ്ഞ പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് മിസ്സോ. ഞാനും കണ്ണൂരിനാണ് വരുന്നത്. കണ്ണൂരാണ്. നമ്മൾ ഒരുമിച്ച് ഇറങ്ങിയതാണ്. ഓക്കെ, ഇവർ 2 പേരും കൂട്ടുകാരാണ്. ഞാൻ ഈ ഗ്രാമത്തിൽ വെച്ചാണ് ഇവരെ പരിചയപ്പെട്ടത്. ഈ ഒരു വ്ളോഗിൽ എൻ്റെ കൂടെ 2 മലയാളീസ് ഉണ്ടാവും. എൻ്റെ വീഡിയോ കാണുന്നവർ പറയും കുറേ നാൾക്ക് ശേഷമാണ് എൻ്റെ കൂടെ മലയാളീസ് വരുന്നതെന്ന്. നിങ്ങൾക്ക് സന്തോഷമായെങ്കിൽ തീർച്ചയായും ആ ഒരു കമൻറ്റ് കൂടി ഇടുക. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഫീൽ? അടിപൊളി, ഇഷ്ടപ്പെട്ടു. പറയാൻ വാക്കുകളില്ല. ഇത്രയും നേരം ഇവിടെ നല്ല സൺലൈറ്റ് ഉണ്ടായിരുന്നു. കാലാവസ്ഥ പെട്ടെന്നാണ് മാറിപ്പോയത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ വിചാരിച്ചാൽ, ഇത് ഒഴുകിപ്പോകുന്നത് ബാസ്പ നദിയാണ്. ഫേമസ് ആണ് കേട്ടോ ബാസ്പ നദി എന്ന് പറയുന്നത്. മുകളിൽ മൊത്തം ഗ്ലേസിയേഴ്സാണ്. നല്ല തണുപ്പുണ്ട് ചോദിച്ചാൽ മൈനസിലല്ല നിൽക്കുന്നത്, നോർമൽ 10-12 പക്ഷേ അത്യാവശ്യം ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടുന്ന് വരുന്ന കാറ്റിൻ്റെ ശക്തി അത്രയും നല്ല ശക്തിയാണ് കേട്ടോ. ഇതാണ് റോഡ്. ഈ ഒരു വ്യൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ചും മലയാളികൾക്ക്. കാരണം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ്. ചില ഭൂമികളുണ്ട്, അതിൻ്റെ പ്രത്യേകത എടുത്തു പറയേണ്ടതാണ്. പൈൻ മരങ്ങളൊക്കെ കണ്ടോ, കുറവാണ്, അധികം ഡ്രൈ ആണ്. കാരണം ഞാൻ പറഞ്ഞു ആൾട്ടിറ്റ്യൂഡ് ലൊക്കേഷനാണ്. 3400 മീറ്ററിലാണ് നിൽക്കുന്ന ഈ ഒരു സ്ഥലം. അതിൻ്റെതാണ് കേട്ടോ മരങ്ങളൊക്കെ കുറഞ്ഞ് കാണുന്നത്. ചിത്കുളിൽ വരുന്ന ഹോട്ടൽസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ കണ്ടോ, താറിൽ വന്ന ഒരു ഗ്രൂപ്പാണ്. ഉത്തരാഖണ്ഡാണ് ഈ വണ്ടി. UK കണ്ടോ, മൊത്തം ഹോട്ടൽസാണ് കേട്ടോ. ഗ്രാമത്തിനുപരി ആൾക്കാർ ജീവിക്കുന്നത് അധികം ഹോട്ടൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ധാരാളം ഹോട്ടൽസാണ്. ഗ്രാമമുണ്ട്, വില്ലേജിലെ വീടുകൾ വളരെ കുറവാണ്. ആ വീടിനുപരി അവർ അവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ കെട്ടി ജീവിക്കുന്നുണ്ട് കൂടുതലും കാണുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വെയിൽ വന്നു, ഇപ്പോൾ സമയം 5 മണിയായി, വൈകുന്നേരം 5 മണിയാകുമ്പോൾ നല്ല വെയിലടിക്കുമ്പോഴുള്ളൊരു വ്യൂ കൂടി നിങ്ങൾ നോക്കണം. എത്ര മനോഹരമാണെന്ന് നോക്കിയേ. ഓഹോ, അടിപൊളി കേട്ടോ. തളർന്നോ ബ്രോ? തളർന്നോ? പ്രൊഫഷണൽ ക്യാമറമാന്മാരാട്ടോ 2 പേരും. ഇതൊക്കെ ഇവിടുത്തെ കടകളാണ്. നിങ്ങൾക്ക് എത്ര 1000 കടകളാണ് കാണാൻ സാധിക്കും. അതൊക്കെ കണ്ടോ, ഈ ഒരു എന്താണ് കല്ലുകൊണ്ട് ഉണ്ടാക്കിയ വീട്, അത് ഗ്രാമത്തിലെ വീടുകളാണ്. നമുക്ക് വേഗം മനസ്സിലാക്കാൻ സാധിക്കും. അത്യാവശ്യം സ്ഥലമൊക്കെ അടിപൊളിയാണ് കേട്ടോ. കാരണം ഒരു ചെറിയൊരു ക്രൗഡും അതിൻ്റെ കൂടെ പീസൊക്കെ ഉണ്ട്. ഒരു ഡോഗൊക്കെ തടിച്ച കേട്ടോ. ഇവിടെ ഉണ്ടോ? ഇവിടുത്തെ ഹോം സ്റ്റേ ഒക്കെ കല്ലുകൊണ്ട് നിർമ്മിച്ചാണോ? ഇത് പഴയ ടൈപ്പ് വീടാണ് കേട്ടോ. ഇത് ഇവർ കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. സമയം ഇപ്പോൾ 6 മണിയായി. ചിത്കുൾ ഗ്രാമത്തിലേക്കാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. എൻ്റെ കൂടെ 2 മലയാളികളുണ്ട്. ഇവരുണ്ടോ പുല്ലും വെച്ച് നടക്കുന്ന നോക്കിയേ. അതായത് രാവിലെ പുല്ലിന് വേണ്ടി ഇറങ്ങി ഇവർ വൈകുന്നേരം ആകുമ്പോൾ പുല്ലൊക്കെ ശേഖരിച്ച് തിരിച്ച് വരും. ഇത് ഇവരുടെ വീടാണ് കേട്ടോ. നിങ്ങൾ അവിടുത്തെ സ്കൈ കണ്ടോ, എത്ര അട്രാക്ഷനാണ് നോക്കിയേ. അത് ഇവിടുത്തെ മലകളും പ്രകൃതിയൊക്കെ ഒന്നിനൊന്നിനും മാച്ചാണ്. ഈ സൈഡിലൂടെ ചെറിയൊരു വെള്ളം ഒഴുകി പോകുന്ന നോക്കിയൊരു അരുവി പോലെ. ഗ്രാമത്തിലെ വീടൊക്കെ എത്ര മനോഹരമാണ്. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ വീടുകളാണ്. സാധനങ്ങളൊക്കെ ഉണ്ടോ, വിറകൊക്കെ അടുക്കി വെച്ചത്. നമ്മൾ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടേക്കാണോ? എവിടെയാണ് വരുന്നത്? തണുപ്പുണ്ടോ? ചെറുതായിട്ട്. ബ്രോന്റെ പേജ് ഏതാ ബ്രോ ഇൻസ്റ്റാഗ്രാമിലെ? ഓക്കെ, ഫോട്ടോഗ്രാഫി ആണല്ലേ പ്രൊഫഷണൽ? എല്ലാ എക്യുപ്മെൻ്റ് എടുത്ത് നടക്കുന്ന ഒരാളാണ് കേട്ടോ. നമ്മളെല്ലാവരും ഫോട്ടോഗ്രാഫിക്ക് ഇഷ്ടപ്പെടുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, സെർച്ച് ചെയ്ത് നോക്കുക. ഇത് ഗ്രാമത്തിലെ ടീംസാണ് അല്ലേ. ഇതൊക്കെ ഗ്രാമത്തിൽ കണ്ടോ, കുട്ടികളൊക്കെ എന്താണ് വോളിബോൾ കളിക്കുന്നതൊക്കെ എന്ത് രസമാണ്. ഒരു വില്ലേജിൻ്റെ തനിമയാണ് കേട്ടോ. ഇതെന്ത് സഹകരണമാണോ അവർ എല്ലാവരും. എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യം കേട്ടോ, കുട്ടികളെല്ലാവരും ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ. ആഹാ, പ്ലേയേഴ്സ് ആണല്ലോ. എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ. വീടിൻ്റെ ആർക്കിടെക്ചർ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറയാറുണ്ട്. കാട്ട്കുനി ആർക്കിടെക്ചറാണ്.
തണുപ്പുണ്ട്. ഞാൻ നിങ്ങൾക്കിപ്പം ജാക്കറ്റ് ഇട്ടത് കാണാൻ സാധിക്കും. കാരണം തണുപ്പടിക്കുന്നതുകൊണ്ടാണ്. ഗ്രാമത്തിലെ അമ്പലം കണ്ടോ? അമ്പലം തന്നെ പണിത് വെച്ചിരിക്കുന്ന ആർക്കിടെക്ചർ എത്ര മനോഹരമായിരിക്കും നോക്കി. ആ കവാടമൊക്കെ കണ്ടോ? ദേവദാറിൻ്റെ മരമാണ് ഇവിടെ അമ്പലങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. ഇവിടുത്തെ അമ്പലമാണ് ദേവി അമ്പലമാണ്. ഇതിൻ്റെ ആർക്കിടെക്ചറാണ് കേട്ടോ. വലിയ മരമാണ്. ഇവിടുത്തെ ഏറ്റവും പൈസ കൂടിയൊരു മരമാണ് കേട്ടോ. ദേവദാർ ഡീകോർ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഓ, അകംഭാഗമൊക്കെ എത്ര ക്ലീനാണ്. അടിപൊളിയല്ലേ? യാ, ഒരു കുട്ടിയൊക്കെ ഉണ്ടല്ലോ, അതാ മൊട്ടയടിച്ചിരിക്കുന്നുണ്ട് അവിടെ. സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. ഇതിൻ്റെ അകത്തും വോളിബോളൊക്കെ കളിക്കാമല്ലോ. നമ്മുടെ നാട്ടിലാണ് വിടുമോ? അമ്പലത്തിനകത്ത് കുറവല്ലേ? പറ്റില്ലല്ലേ? റിസ്ട്രിക്ഷനൊക്കെ ഉണ്ടാവും. കുട്ടികളൊക്കെ കളിക്കുന്നതൊക്കെ. ഹായ്, ഒരു ഹായ് എങ്കിലും പറയണോ? ചെറിയ കുഞ്ഞു മക്കളാണ് കേട്ടോ. ഹായ് ഹായ് ഹായ്. ഭയങ്കര മടിയാണോ ടീർക്ക്? ഒരു വോളിബോൾ കളിക്കുന്നതാണ്. എന്തായാലും നല്ല സന്തോഷം കേട്ടോ ഗ്രാമത്തിൽ വരുമ്പോൾ. എത്ര വർഷം ഇവിടുത്തെ ഗ്രാമവാസിലൊക്കെ പറഞ്ഞത് 200 വർഷം പഴക്കമുള്ള വീടുകൾ വരെ ഉണ്ടെന്നാണ്. ഇതാണ് കേട്ടോ ഗ്രാമത്തിൻ്റെ അകംഭാഗം. ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. തണുത്ത കാറ്റും എല്ലാം കൊണ്ടും മനോഹരമായൊരു ഗ്രാമം തന്നെയാണെന്ന് പറയാം. നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം കേട്ടോ, ആരും ഒന്നും പറയത്തില്ല. അതാണ് സന്തോഷമുള്ള കാര്യം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അമ്പലങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ചില അമ്പലങ്ങളിൽ സഞ്ചാരികൾക്ക് കയറാൻ പറ്റത്തില്ല. ഓഹോ, അടിപൊളി അടിപൊളി സ്ഥലങ്ങൾ, ഗ്രാമങ്ങൾ. നമ്മൾ അരി പൊടിക്കുന്ന മെഷീനാണ്. പഴയ രീതിയിലുള്ള സംവിധാനമാണ്. കറണ്ട് ഇല്ലാതെ ജലം ഉപയോഗിച്ചിട്ടാണ് ഇവർ പൊടിച്ചെടുക്കുന്നത്. ഇതിൻ്റെ പേര് ഈ ഒരു ഭാഗത്ത് ഗറാട്ട് എന്നാണ് പറയുക. ഞാൻ നേപ്പാളിലുണ്ടപ്പം സക്കി എന്നൊക്കെയാണ് ഇവരിതിനെ പറഞ്ഞിരുന്നത്. അത് ജലത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു അപ്പൂപ്പനെ ഇരിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിൻ്റെ അകത്ത് കണ്ടോ ഒരു ചക്രം കണ്ടോ? ആ ചക്രത്തിൻ്റെ നടുക്കാണ് ഇവർ ഇടുന്നത് കേട്ടോ. ഗോതമ്പായാലും അരി ആയാലും എന്നിട്ട് പൊടിച്ചെടുക്കും. കുറച്ച് സമയം എടുക്കെങ്കിലും പക്ഷേ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഏത് സമയം എന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ലാത്ത സമയത്തായാലും നമുക്ക് നമ്മുടെ കാര്യം നടക്കും കേട്ടോ. മരം കൊണ്ടുകൊണ്ടാണ് ഇവർ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മരവും കല്ലും കണ്ടോ? ഇത് ദേവദാർ എന്ന് പറഞ്ഞ മരമാണ്. ഈ മരവും കല്ലും കൊണ്ടാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഹിമാചൽ പ്രദേശൊക്കെ ഉണ്ടാകുമ്പോൾ കാണിച്ചു തന്നായിരുന്നു. ഇത് കണ്ടോ, ഈ പൈപ്പ് കണ്ടോ? ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെയാണ് ശക്തിയായിട്ട് വെള്ളം അടിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ഫാൻ ഉണ്ടാവും, ചക്രം എന്നാണ് പറയുക. അത് കറങ്ങുമ്പോഴാണ് ഇത് പൊടിഞ്ഞെടുക്കുന്നത് കേട്ടോ. എന്തായാലും ചെറിയൊരു കാര്യമല്ല, വളരെ സന്തോഷമായി എനിക്ക്. കുറച്ച് സമയം ഇരിക്കണം, നല്ല രീതിയിൽ ഇവർ പൊടിച്ചെടുക്കും കേട്ടോ, അടിപൊളിയായിട്ട്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം. ഈ കണ്ടത് അരുവിയാണ്. മലമുകളിൽ നിന്ന് മഞ്ഞുരുകി വരുന്ന ചെറിയൊരു അരുവിയാണ്. ആ ഒരു അരുവി വരുന്ന സ്ഥലത്താണ് ഇവരിങ്ങനെ ഒരു സംഭവം ആക്കിയെടുത്തത് കേട്ടോ. ഗറാട്ട് എന്നാണ് ഇവരുടെ ഭാഷയിൽ പറയുന്നത്. ഇവിടെ എത്രാമത്തെ തവണയാണ് ബ്രോ വരുന്നത്? 2ാമത്തെ തവണ. ഇവിടുത്തെ അമ്മമാരുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയാൻ എന്താ ഉള്ളത്? -30 ജീവിക്കുന്ന ആൾക്കാരാ. തീർച്ചയായും. ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ കണ്ടോ, ഏകദേശം 60-70 വയസ്സിലെ അമ്മമാരാണ്. ശരീര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ അവർക്ക് ആരോഗ്യം. -30 വരെ വരുന്ന ലൊക്കേഷൻ കേട്ടോ. വിൻ്ററിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെന്ന് സമ്മതിക്കണം. കാരണം പഴയ ഭക്ഷണം കഴിച്ച് ശീലിച്ച ആൾക്കാരാണ് കേട്ടോ. ഗ്രാമത്തിലെ പാതകളൊക്കെ അതിസുന്ദരം തന്നെ വിശേഷിപ്പിക്കുക. കാരണം കല്ലുകൊണ്ട് പണിതാണ് ഇവർ. ഇതൊക്കെ ഇവരുടെ ഹാർഡ് വർക്കാണ്. ഗ്രാമത്തിലെ ഒരു കൂട്ടം ജനങ്ങൾ നിർമ്മിച്ച പാതകളാണ് ഈ കാണുന്നത്. സോളാർ കണ്ടോ? സോളാർ ഓരോരോ ഭാഗത്തായിട്ടുണ്ട്. കാരണം ലൈറ്റ് കണക്ഷൻ ചില സമയങ്ങൾ അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. അത്രയും ഉയരത്തിലാണല്ലോ നിൽക്കുന്നത്. ഇതൊക്കെയൊക്കെ പഴയ ഒരു വീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അയ്യോ, എത്ര പഴക്കൊണ്ട് നോക്കിയേ. സത്യം പറഞ്ഞ് ഞാൻ ഈ ഹിമാചൽ പ്രദേശിൽ വന്ന് ചച്ചോങ്കിലൊക്കെ പോയപ്പോൾ ഈ ഒരു ആർക്കിടെക്ചറിനെ കുറിച്ച് കണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം ജനങ്ങൾ കൂടുതലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സന്തോഷമായി തോന്നിയപ്പോൾ എനിക്ക് കണ്ടപ്പോൾ. ഇതൊക്കെ ഉണ്ടോ, എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവർ. ഓഹോ, തുണിയൊക്കെ ഇവർ ആറിയിട്ടിട്ട് നോക്കിയാൽ. പശുവിൻ്റെ ആലാണ് കാണുന്നത് കേട്ടോ. പശുവിൻ്റെയും ആടിൻ്റെയും താഴെ ഭാഗത്ത് ഇവർ പശു ആടൊക്കെ വളർത്തും. സുഖല്ലടാ? ഹായ്. 2 പശു ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടുത്തെ പശുവൊക്കെ നോക്കി എന്ത് തടിയാണ്, ഭയങ്കര തടിച്ച പശുക്കളാ. ആ, ഉഷാറാണ്. നോക്കിക്കോ, വേണം ചാടി വീഴും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ ഇവരെ ഗ്രാമം? ആരോ വരുന്നുണ്ടല്ലോ. നമസ്തേ. കിധർ ജാനേ? അച്ഛാ, പശുവിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വരുന്നതാണ്. തീറ്റ നമ്മളെ കാലിത്തീറ്റ എന്ന് പറയും. ഇവർ വേറെ എന്തൊക്കെയാണ് കൊടുക്കുക ഇവിടെ ഗ്രാമത്തിൽ. ഇതെന്താ, പുല്ലൊക്കെ കലക്കിയതാണോ? എന്താ സാധനം അത്? തൂക്കുപാത്രം എടുത്തൊരു അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു കാഴ്ച കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഒറിജിനൽ ഗ്രാമത്തിലെ ജീവിതം കേട്ടോ. പണ്ട് കാലത്തൊക്കെ നമ്മൾ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞ കഥകൾ കേട്ടിട്ടേ ഉള്ളൂ. ആ കഥകൾ നിങ്ങൾ ജീവിതത്തിൽ കണ്ടോ?
അവരമ്മ പശുവിൻ്റെ ആലയെ കയറി. നല്ല വിശപ്പുണ്ടെന്ന് കേട്ടോ അവര് കഴിക്കുന്ന നോക്കിയേ. ഞാനൊക്കെ ആണെങ്കിൽ കുത്തു വാങ്ങും പശുവിൻ്റെ. അപ്പോൾ അതിന് കൊടുക്കുന്ന പാത്രം കല്ലാണ് കേട്ടോ. ഒരു കല്ലുണ്ട്, ആ കല്ലിലാണ് അവരെന്താണ് ഇത് കൊടുക്കുന്നത്, ഇവർ വെള്ളം കൊടുക്കുന്നത്. പഴയ സിസ്റ്റമാണ് കേട്ടോ. കുട്ടികളെ കണ്ടോ, ചെറിയ കുട്ടികളാണ് പശുവിനൊക്കെ കൊണ്ടുപോകുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഒരു കാഴ്ച വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലല്ല, നമ്മുടെ മിഡിൽ ഇന്ത്യയിലായാലും സൗത്ത് ഇന്ത്യയിലും ഗ്രാമങ്ങളിൽ മാത്രമേ ഉണ്ടാവൂ. പക്ഷേ ഇവിടെ മൊത്തം ഗ്രാമങ്ങളായതുകൊണ്ട് തന്നെ കുട്ടികൾ പഠിക്കുന്നതിനപ്പുറം അച്ഛനമ്മമാരെ സഹായിക്കാനൊക്കെ വളരെ സ്മാർട്ടാണ്. എന്തായാലും ഇതാണ് കേട്ടോ ഗ്രാമം. ഇത് ഗ്രാമത്തിൻ്റെ ഉള്ളിൽ വരുന്ന കടകളാണ്. സാധനം വാങ്ങാൻ വേണ്ടി ഇവർക്ക് ടൗണിൽ പോകേണ്ടി വരില്ല. പക്ഷേ മാസത്തിലൊക്കെ ഇവർ ലോഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വാങ്ങി ഇവർക്ക് ടൗണിൽ പോകണം. ബസ്സിലൊക്കെയാണ് ഇവർ പോവുക, പിക്കപ്പാണ് അത് ഉപയോഗിക്കുക. സോളാറിൻ്റെ പാനലുണ്ടോ, അതായത് വിൻ്റർ സമയം തുടങ്ങിയാൽ ഇന്ത്യയിൽ തന്നെ നല്ലതുപോലെ സ്നോ കവറാവുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് ചിത്കുൾ എന്ന് പറയുന്നത്. ചെമ്മരിയാടിൻ്റെ രോമമാണ് കേട്ടോ, ചെമ്മരിയാടിൻ്റെ രോമം. ഇവർ കമ്പിളിയൊക്കെ ആക്കും കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഇവർ വീട്ടിൽ നിന്ന് കമ്പിളിയൊക്കെ ആക്കി എടുക്കും. ഒരു ഒറിജിനൽ വില്ലേജ് ലൈഫാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പശുവിൻ്റെ ആലയാണ്. ഞാനിപ്പം ഗ്രാമത്തിൻ്റെ അകത്തേക്കാണ് കേട്ടോ കയറിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമവാസികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവരവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. നമസ്തേ നമസ്തേ. ഈ കോൺസാ ഭാഷ है? ये हमारे छितकुल का भाषा है, लोकल भाषा. ഈ ഭാഷ का नाम क्या है? ഇവരെന്തോ സംസാരിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ. ഇവരെ ഭാഷക്ക് പേരുണ്ട് കേട്ടോ, അതാണ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കിയത്. പക്ഷെ പറയാൻ കിട്ടിയില്ല, അപ്പോഴത്തേക്ക് അവർ പോയി. ഇവിടെ ആൾക്കാർ താമസിക്കുന്നു, അടിയിൽ പശു ആടൊക്കെ ഉണ്ടല്ലോ. നമസ്തേ മാതാജി. നമസ്തേ. നാം ക്യാ ഹേ? ആ നെയ്യേ പേരില്ല കേട്ടോ പറയുന്നേ. ടീക്ക് ടീക്ക്. ചിലർ പേരൊന്നും പറയില്ല കേട്ടോ, അവർക്ക് മടിയാണ്. എന്തിനാണ് എൻ്റെ പേര് ചോദിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഗായിയേ ഹൈ 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 ഹൈ. എന്നോട് അങ്ങോട്ട് ഓടിക്കാൻ പറഞ്ഞു പശുവിനെ. പുല്ല് കണ്ടോ, ഇതല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇങ്ങനെ ചിത്കുൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. പക്ഷേ എനിക്ക് വേണ്ടത് ഒറിജിനൽ വില്ലേജ് ലൈഫാണ്, അതെനിക്ക് കിട്ടിയ കേട്ടോ. ലാസ്റ്റ് ഇന്ത്യൻ വില്ലേജ് എന്ന് പറയുമ്പോൾ ഇത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ വളരെ സന്തോഷം. ടിബറ്റിനടുത്താണ് കേട്ടോ ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. നമസ്തേ. ചായ് പീലിയാ? ഒന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എപ്പോഴും മിണ്ടിയ ആൾക്കാരും മിണ്ടത്തില്ല. നല്ല ജനങ്ങൾ കേട്ടോ, പ്യുവർ ഗോൾഡാണ്. നല്ല ജനങ്ങളാണ്, നല്ല ജനങ്ങളാണ്. അനുഭവം കൊണ്ട് പറയുന്നതാണ് കേട്ടോ. കാരണം ഇത്രയും സുഖമായിട്ട് ഞാൻ പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. മുകളിലോട്ട് ഗ്രാമങ്ങളൊക്കെ ഉണ്ട്, അടിപൊളി ഗ്രാമങ്ങളാണ്. ചെമ്മരിയാടാണ് ഈ കാണുന്നത്. ചെമ്മരിയാടിൻ്റെ കൂട് കണ്ടോ, മരം കൊണ്ട് പണിതാണ് ഇവർ. ആഹാ സുഖാണോ? ഹായ്. 2 ചെമ്മരിയാടാണ്. ഇത് ഇവരെ സ്റ്റോറേജ് ആണ് കേട്ടോ. വിൻ്റർ സമയത്ത് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നതാണ് ഈ സംഭവം. ചെറിയൊരു സംഭവം കേട്ടോ, അടിപൊളിയാണ് ഇവരുടെ ജീവിതം. ഇതൊക്കെ എങ്ങനെയാണോ പണിതത് ഇവർ? ഒരു സിമെൻ്റ് ഒന്നുമില്ല കേട്ടോ. ഇത് കൃഷിയുടെ ആണ് എന്തോ. എനിക്ക് തോന്നുന്നു ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെയാണ് സീസണായി വരുവാണ്. ഉരുളക്കിഴങ്ങൊക്കെ നട്ടു വെച്ചതാണ്. ഇതൊരു അടിപൊളി കേട്ടോ ഒരു വീട്. എനിക്കൊന്ന് ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നു. ഒറിജിനൽ വില്ലേജ് ലൈഫാണ് കേട്ടോ കാണുന്നത്. ടിബറ്റിനോടാണ് കേട്ടോ ഈ ഒരു വില്ലേജ് ബോർഡർ പങ്കിടുന്നത്. അതായത് ആർമീൻ്റെ ബേസ് ക്യാമ്പ് വരെ ഉണ്ട്. അതൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല. ഗ്രാമവാസിലൊക്കെ നോക്കണം അത്ഭുതത്തോടെ. എനിക്ക് സന്തോഷം എന്ന കാര്യം എന്താ പറയുക, നമ്മൾ സഞ്ചാരികൾ വന്നാൽ ഇവർ വെൽക്കം ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 99% ആൾക്കാർ നമ്മളെ വെൽക്കം ചെയ്യും. അതിൽ 1% ആൾക്കാർ മാത്രമാണ് എന്തിനാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ ചോദിക്കത്തുള്ളൂ. പക്ഷെ ബാക്കി എല്ലാവരും എന്ത് സന്തോഷമാണ് നോക്കിയത്. ഗ്രാമത്തിന്റെ നടുവിലൂടെ പോകുന്ന അരുവിയാണ്. ഈ ഒരു അരുവിയിൽ നിന്നുമാണ് നേരത്തെ കണ്ട എന്താണ് ആ ഒരു അരിമില്ല്, പഴയ രീതിയിലുള്ള അരിമില്ല് പ്രവർത്തിക്കുന്നതും ഈ ഒരു വെള്ളത്തിന്റെ ശക്തിയിലാണ്. ഓ സന്തോഷം. ഇവിടെയാണ് ബുദ്ധ മന്ദിരം വരുന്നത്. അതുകൂടി ഞാൻ കാണിച്ചു തരാം. 2 മന്ദിരമുണ്ട്, 2 കൾച്ചറുണ്ട്. ഇതിന്റെ അടിസ്ഥാനമാണ് 2 മന്ദിരങ്ങൾ. ഒന്ന് ഹിന്ദു കൾച്ചറും ഒന്ന് ബുദ്ധ കൾച്ചറാണ് ഇവിടെ ഉള്ളത്. ഗോൾഡൻ കളറിലാണ് കേട്ടോ അതവർ നിർമ്മിച്ചിരിക്കുന്നത്. പുണ്യമായ സ്ഥലം തന്നെയാണെന്ന് പറയാം. അത്ര വൃത്തിയാണ് കേട്ടോ, ശുചിത്വം അതൊന്നും എടുത്തു പറയേണ്ട ഒരു കാര്യം. കഠിനാധ്വാനികളാണ്. കാരണം ചാക്കുകളൊക്കെ ചുമന്നിട്ടാണ് ഇവർ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ഇത് നാളെയാണ്. കുടിവെള്ള സ്രോതസ്സാണ് ഈ കാണുന്നത്. സുഹൃത്തുക്കളെ,
ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്നും ബാക്കിലോട്ട് കാഴ്ച നിന്ന് നോക്കിയാൽ പച്ച വിരിച്ച മൈതാനവും സ്നോ മൗണ്ടൈനുമാണ്. സമയം 7 മണിയാവാനായിട്ട് ഇവിടുത്തെ കാലാവസ്ഥ ഒരു രക്ഷയില്ല കേട്ടോ. ഗോപ്രയിൽ എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല, കാരണം ലോ ലൈറ്റിൽ ഇല്ലാത്തൊരു ക്യാമറയാണ്. പക്ഷേ ഒരു രക്ഷയില്ല, സ്ഥലങ്ങളൊക്കെ അത്രയും ഭൂമിയിലെ സുന്ദരമായ സ്ഥലങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചിരിക്കുന്നത്. ഞാൻ ഹിമാചൽ പ്രദേശോടെ യാത്ര ചെയ്ത വ്യക്തിയാണ്, പക്ഷേ ഈ ഒരു ചിത്പൂർ ഗ്രാമം എനിക്ക് വളരെ സന്തോഷം നൽകുന്നു. കൂടാതെ തന്നെ ഗ്രാമങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അതിലേറെ ഹാപ്പിയാണ് ഞാൻ. അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളല്ല, കൃഷിയിടവും പഴയ തരത്തിലുള്ള വീടും ചുറ്റും പർവ്വതങ്ങളാട്ടോ. പർവ്വതം എന്ന് പറഞ്ഞാൽ ചെറിയ പർവ്വതങ്ങളല്ല, വലിയ പർവ്വതങ്ങളാണ്. അത്രയും സുന്ദരമായിരിക്കും കേട്ടോ സ്ഥലവും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനുള്ളിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഒരു തവണയെങ്കിലും ഈ ഒരു ഗ്രാമം വിസിറ്റ് ചെയ്യാൻ നോക്കുക. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഗ്രാമത്തിൻ്റെ വ്ളോഗ് മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം രണ്ടാമത്തെ പ്രാവശ്യം ഞാനിവിടെ വരുന്നത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ബ്രോ വരുന്നത്? ഓക്കെ. ആദ്യത്തേനേക്കാൾ ഒത്തിരി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്തവണ. ഓക്കെ. ക്ലൈമറ്റും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. തണുപ്പാണ്? നല്ല തണുപ്പാണ്, വിജയിച്ചതും കൂടെ തണുപ്പാണ്. അതായത് ഇപ്പം വീഡിയോ എടുത്തിരുന്നത് ബ്രോൻ്റെ കൂടെയുള്ള കൂട്ടുകാരനാണ് കേട്ടോ. അത് ഈ ഒരു ഗ്രാമത്തിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ക്യാമ്പിങ്ങും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ടെൻറ്റ് ക്യാമ്പിങ്ങും വീഡിയോസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് വേറെ വ്ളോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. എന്തായാലും സ്ഥലം അടിപൊളിയാണ്, നിങ്ങൾ വരാൻ നോക്കുക. അവിടെ നിന്ന് 400 മീറ്റർ അത്ര ഉള്ളു വരും. 400 മീറ്ററാണ് ബോർഡറിൻ്റെ വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല, കാരണം അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഫോട്ടോസ് കൊണ്ടുവരാം അല്ലേ? അപ്പോൾ പിന്നെന്താ പറയാനല്ലേ, നമ്മുടെ മലയാളി ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ മസ്റ്റ് നിർബന്ധമായി വരേണ്ട ഒരു സ്ഥലമാണ്, എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ്. അടിപൊളിയാണ്. എല്ലാവരും എങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരാൻ ശ്രമിക്കുക. തീർച്ചയായും നമ്മുടെ ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജ് ആണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരാളെ കൂടി കാണിച്ചു തരാം. ബ്രോ ഇങ്ങോട്ട് വരൂ. അപ്പോൾ എന്താ വൈൻഡപ്പ് ചെയ്തൂടെ? എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. അടുത്ത ക്യാമ്പിംഗ് വീഡിയോ ഒരുമിച്ചാണ്. താങ്ക് യു ബ്രോ. യാ.